Hi, hello, assalamu alaikum. Welcome back to my channel Bake with Shinsi. അപ്പോൾ ഇന്നത്തെ എൻ്റെ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ റെസിപ്പി എന്താണ്. വളരെ മോയ്സ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് ബസ്ബൂസിന്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഗ്രീഡിയൻസ്: പാല്, പഞ്ചസാര, സൺഫ്ലവർ ഓയിൽ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കോക്കോ പൗഡർ, വാനില എസൻസ്, പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സേമിയ. ഇനി ചെയ്യാനുള്ളത് പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ ഈസി എന്ന് പറയാൻ കാരണം കൂടെ ഇതാണ്. കാരണം സാധാരണ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന പോലെ ബീറ്റർ ഒന്നും തന്നെ യൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ ജസ്റ്റ് ഒരുമിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അപ്പൊ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പൊ ഇതുപോലെ നല്ല കൺസിസ്റ്റൻസിയിൽ ബാറ്റർ കിട്ടുന്നതാണ്. അപ്പൊ ലൂസായി എന്ന് തോന്നുകയാണെങ്കിൽ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി. അപ്പൊ ഇതേ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയായി കിട്ടുന്നതാണ്. അപ്പൊ ഇനി ചെയ്യാനുള്ളത് സാധാ ഒരു കേക്ക് ഒക്കെ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ മോൾഡ് സെറ്റ് ചെയ്തിട്ട് അതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ടാപ്പ് ചെയ്യാം. എന്നിട്ട് ഒരു 180 ഡിഗ്രിയിൽ 25 to 30 മിനിറ്റ്സ് ആണ് ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോക്ലേറ്റ് സോസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പാലിലേക്ക് കോൺഫ്ലോർ, ഷുഗർ, അതുപോലെ തന്നെ കോക്കോ പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഞാനിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഈ സോസ് ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം. അതിനു വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പൊ നല്ല പോലെ മിക്സ് ചെയ്തതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റിന്റെ ഒരു പീസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കളറും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കേക്ക് ഇതുപോലെ ഒരു ട്രേയിലേക്ക് കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് തിക്കായി വന്നതിന് ശേഷം ഇതിന്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഡെക്കറേഷനൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ തന്നെ ചെയ്തെടുക്കാം. ഞാൻ ഇതിന്റെ മുകളിൽ ചെയ്യുന്നത് പൊടിച്ചു വെച്ചിട്ടുള്ള പിസ്ത വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നത്. വളരെ സോഫ്റ്റും ടേസ്റ്റും അതുപോലെ തന്നെ ജസ്റ്റ് ഒരു ബ്ലെൻഡിൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ചോക്ലേറ്റ് ബസ്ബൂസ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതാണ്. താങ്ക്